ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് മട്ടന് മുളക് പൊടി ഒന്നും ഇടാതെ നമുക്കൊന്ന് വരട്ടി നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഒരു മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ബൾബ് വെളുത്തുള്ളി തൊലി കളഞ്ഞത് ഇടുക. പിന്നെ ഒരു 15ഓളം ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതും തൊലി കളഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 5 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ പെരുംജീരകം, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുക. ഞാനൊരു 400 ഗ്രാം മട്ടനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ പൊടി ചതച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അതിലേക്ക് ഒരു ചെറിയ തക്കാളി ഞാൻ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തന്നെ ഒരു ടീസ്പൂണല്ല 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒന്ന് കൈകൊണ്ട് മിക്സാക്കുക. എന്നിട്ട് ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുക്കർ മൂടിയിട്ട് നമുക്കൊരു 6 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 6 വിസിലൊക്കെ വന്ന് ഇതൊക്കെ പിന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 4 or 5 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂത്ത് വരണം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വേവിച്ച മട്ടനില്ലേ, അത് അതിൻ്റെ ചാറോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബായ്.